എനിക്ക് ഈ പുസ്തകങ്ങളൊന്നും അത്ര പ്രിയപ്പെട്ടതല്ലായിരുന്നു. ഞാനൊരു വായനാ പ്രേമിയല്ലായിരുന്നു. പക്ഷെ എവിടെന്നെങ്കിലും പുസ്തകങ്ങൾ കിട്ടിയാൽ ഞാൻ വായിക്കും. പക്ഷെ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തൊന്നും വായിക്കത്തില്ല. കിട്ടിയാൽ വായിക്കും. അല്ലാതെ പുസ്തകങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ലൈബ്രറിയിലൊക്കെ പോയി എടുത്ത് അങ്ങനത്തെ വായനയൊന്നും എനിക്കില്ല. അതുപോലെ എനിക്ക് സ്വന്തമായിട്ട് പുസ്തകങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ 2026 തുടങ്ങിയപ്പോൾ പുതിയൊരു വർഷത്തിൻ്റെ പുതിയൊരു തുടക്കം എന്നോണം എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വാങ്ങിക്കുകയും ചെയ്ത് കുറച്ചൊക്കെ വായിക്കുകയും ചെയ്ത് കിട്ടാത്തത് കുറച്ച് പേരോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പലർക്കും ഈ പുസ്തകങ്ങൾ ഇത്ര പ്രിയപ്പെട്ടതാവാനുള്ള കാരണം. എന്തായാലും ഈ 2026 ഞാനെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലൊരു തീരുമാനം ഇതാണ്, ഈ പുസ്തകം വായിക്കുക എന്നുള്ളത്. എൻ്റേതായ ചെറിയൊരു സ്പേസിൽ എനിക്ക് ചെറിയൊരു ലൈബ്രറി സെറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിട്ടുണ്ട്. അത് ഈ പുസ്തകങ്ങൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കത്തക്ക രീതിയിൽ പ്രിയപ്പെട്ടതായിട്ടുണ്ട്. നമുക്ക് ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രം പോരല്ലോ, അത് വായിച്ചു തീരുന്ന പേജിൽ ചെറിയൊരു അടയാളം കൂടെ വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബുക്ക് മാർക്ക് സെറ്റ് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഥ ഇവിടെ പറഞ്ഞത്. ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിനെ ഈ കാണുന്ന ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.